ഹായ് ഓൾ, എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആണോ? യെസ് ഹാപ്പിയാണ്. ഓക്കെ, സന്തോഷം. ഞാൻ ഇന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ വിംബിൾ അക്കാഡമിയുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിലെ 20th ബാച്ചിൽ ഒരു സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. എൻ്റെ പേര് റിയാസ്. പാലക്കാട് പട്ടാമ്പിയാണ് എൻ്റെ സ്ഥലം വരുന്നത്. ഞാനൊരു സൈക്കോളജി കൗൺസിലർ, ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച് ഈ രീതിയിൽ വർക്ക് ചെയ്ത് വരികയാണ് കേട്ടോ. സ്വന്തമായിട്ടൊരു ബിസിനസ്സും റൺ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഒരുപാട് തിരക്കുകൾക്കിടയിലും ഒരു സമയം കണ്ടെത്തി പുതിയൊരു അറിവ് തേടിയിട്ട് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു സെഷനിലേക്ക് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യാണ്. കഴിയുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇരിക്കേണ്ട ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് നമ്മളൊരു ചൈൽഡ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. ഒരു കുഞ്ഞു കുട്ടീൻ്റെ മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു സെഷനെ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. രണ്ടാമതായിട്ട് നമ്മളൊരു ഹ്യൂമൺ ആവുക. എൻ്റെ മുന്നിലിരിക്കുന്നവരൊക്കെ പോത്തുകുട്ടികളല്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. നമ്മൾ മറ്റുള്ളവർ ഒരു ഈഗോ എല്ലാം കളഞ്ഞ് നമ്മളൊരു നല്ലൊരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമതായിട്ട് നമ്മളൊരു ബോട്ടിലാവുക എന്നുള്ളതാണ്. ബോട്ടിൽ എന്ന് പറയുമ്പോൾ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിറയെ വെള്ളമുള്ള ഒരു പാത്രത്തില് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിറഞ്ഞു പുറത്തേക്ക് പോകും, ശരിയല്ലേ? നമ്മളൊരു ബോട്ടിലാവുമ്പോൾ എന്തും നമ്മൾ സ്വീകരിക്കാനായിട്ട് ഒരു റിസീവിങ് മോഡിൽ എല്ലാവരും ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് തുടങ്ങാം. അവൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞത് ഭയങ്കര സംഭവമാണ്. ഓക്കെ, കഴിയുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരികയാണെങ്കിൽ നമുക്ക് ക്ലാസ് ഒന്നും കൂടി അടിപൊളിയാക്കാം കേട്ടോ. അത് നമുക്കും നിങ്ങൾക്കും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അവൻ്റെ ചെറുപ്പക്കാരൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇവൻ ഏകദേശം ഒരു ലൈഫിൽ ഒരു അന്തം വെച്ച് അല്ലെങ്കിൽ ഒരു ബുദ്ധിയും ബോധമൊക്കെ വന്നു നോക്കുമ്പോൾ അവൻ്റെ ചുറ്റും നോക്കുമ്പോൾ അവനക്ക് അവൻ്റെ ചുറ്റുള്ളതൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതായത് അവന്റെ കണ്ണിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അവന്റെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് അവന്റെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റാഞ്ഞത്. അതുപോലെ അവൻ ആഗ്രഹിച്ച ഒരു ഫുഡ് കിട്ടാത്ത ഒരു അവസ്ഥ, അവൻ ആഗ്രഹിച്ച ഒരു ഡ്രസ്സ് കിട്ടാത്ത അവസ്ഥ. ലൈഫിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ പോലും കിട്ടാതെ ഉള്ള ഒരു അവസ്ഥ നോക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളെ കാണുന്നേ. അപ്പൊ അവിടുന്ന് ആ ഒരു ചെറുപ്പക്കാരൻ തീരുമാനിച്ചു ഈ ഒരു ലൈഫില് തന്റെ ലൈഫിലും തന്റെ ഫാമിലിയുടെ ലൈഫിലും നല്ലൊരു ജീവിതം അവനക്ക് കൊടുക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് അവൻ തീരുമാനിച്ചിറങ്ങുകയാണ്. വർഷങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി. ഏകദേശം അവന്റെ 21ാമത്തെ വയസ്സിൽ ഒരു ബിസിനസ് ആരംഭിച്ചു. ആ ഒരു ബിസിനസ് ഒരു 3.5 വർഷം കൊണ്ട് അവന്റെ ലൈഫിൽ വലിയൊരു മിറാക്കിള് സംഭവിച്ചു എന്നുള്ളതാണ്. അവൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു 2 നില വീട് ഉണ്ടായിരുന്നില്ല, സ്വന്തമായിട്ട് 2 നില വീട്, അതുപോലെ തന്നെ ബൈക്ക്, ഫോണ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവന്റെ ലൈഫിൽ വന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ ആ ഒരു കൂട്ടുകാരന്റെ പേര് റിയാസ് എന്നായിരുന്നു. അത് ഞാൻ തന്നെയാണ്, മറ്റാരും അല്ല. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെയൊക്കെ ലൈഫിൽ എന്ത് വന്നു കഴിഞ്ഞാലും ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഒരുപാട് പ്രയാസങ്ങളും ദുഃഖം നിറഞ്ഞതാണ് നമ്മുടെ ലൈഫ്. ഒരിക്കലും ഇതൊരു ലെവലിൽ ഇങ്ങനെ ഈസിച്ച് പോണ പോലെ ഇങ്ങനെ പോകില്ല. ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺ വരും. അത്തരത്തിലുള്ള ഒരുപാട് സിറ്റുവേഷന് നമ്മൾ എടുത്തിട്ടുള്ള ഒരു പാഠം ഉണ്ടല്ലോ, ആ പാഠങ്ങളെ നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിൽ നമുക്ക് എങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ, എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനെ യൂസ് ചെയ്യാം, ആ രീതിയിലായിരിക്കണം കേട്ടോ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് എന്തുകൊണ്ട് ഇപ്പൊ ഞാനൊരു ട്രെയിനർ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം ചെറുപ്പം മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്കും എങ്ങനെ ഒരു വെളിച്ചമാവാം എന്ന് ചിന്തിച്ചു തുടങ്ങിയെടുത്തുനിന്ന് ഞാനൊരു കൗൺസിലിംഗ് ആണെങ്കിലും ട്രെയിനർ ഈ ഒരു മേഖലയ്ക്ക് കടന്നു വന്നു. എന്ന് ഞാൻ കാരണം ഒരുപാട് ചുരുക്കി പറഞ്ഞാൽ എണ്ണം വെച്ചിട്ട് തന്നെ പറയാം, ഒരു 20 ആളുകൾ അവരുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാനും നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് 19th ബാച്ചിൽ നിന്നും ട്രെയിനറായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള അനീസ മാം ആണ്. ആളൊരു മോട്ടിവേഷണൽ ട്രെയിനർ ആണ്. അപ്പോ ടു മേക്ക് ലൈഫ് ഹാപ്പി എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ടോപ്പിക്കുമായിട്ടാണ് മാം വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും മാമിന്റെ ക്ലാസ്സിനായിട്ട് തയ്യാറാവാം. പ്ലീസ് വെൽക്കം അനീസ മാം. എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒരു അനീസ മാം എന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യട്ടെ. ഒന്ന് ആക്റ്റീവ് ആകും മനുഷ്യന്മാരെ. ഒരു നല്ല ഫ്ലോവേഴ്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് മാമിനെ ഒന്ന് വെൽക്കം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്ലാസ് നമുക്ക് എൻജോയ് ചെയ്യാലോ. വെൽക്കം മാം. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നിങ്ങളൊക്കെ
കാണാൻ പറ്റിയതിലും നിങ്ങളെക്കോടൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റിയതിലും ഞാൻ ആദ്യമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ വിംബിളിനോടും വിംബിളിന്റെ സാരഥികളായ ഫൈസൽ സാറ്, നമ്മുടെ ജാസ്മിൻ മാൻ, അങ്ങനെ മറ്റുള്ള എല്ലാ ഫ്രണ്ട്സിനോടും എൻ്റെ സന്തോഷവും അറിയിക്കുന്നു. എല്ലാവരോടും താങ്ക് യു. അപ്പോ ഈ സമയം നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന സമയമാണ്. എന്നാലും ആ സമയത്തും അതൊക്കെ മാറ്റിവെച്ച് നമ്മോടൊപ്പം കൂടിയ എല്ലാവർക്കും നല്ലൊരു ബിഗ് താങ്ക്സ്. അപ്പൊ ഇന്നത്തെ മോർണിംഗ് ക്ലാസ്സിൽ ഷജില മാമിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് നഷ്ടപ്പെട്ട നമ്മളെ സ്വപ്നങ്ങളെയൊക്കെ എങ്ങനെ തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ കുറച്ചു പേരൊക്കെ ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു. അപ്പൊ അത് കേട്ടപ്പോ എനിക്കും തോന്നി ഇതൊരു നല്ല ഇത് തന്നെയാണെന്ന്. അപ്പൊ അതിനോട് യോജിച്ചൊരു സബ്ജക്ട് തന്നെ, ടോപ്പിക് തന്നെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പറ്റിപ്പോകുന്ന ചില അബദ്ധങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. അത് സ്ത്രീകൾ എന്ന് മാത്രമല്ല ജെൻസിനും ഒക്കെ ഉപകരിക്കും. എന്നാലും നമുക്ക് നോക്കാം. കൂടുതൽ ഇത് സ്ത്രീകൾക്കാണ് പറ്റിപ്പോകുന്ന കുറച്ച് അബദ്ധങ്ങൾ. അങ്ങനെ ഈ അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ എനർജിയൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു തോന്നലില് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത്. ഇപ്പോ അങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് രാവിലെ കുറച്ചു പേരൊക്കെ പങ്കുവെച്ചു. ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? വർഷങ്ങളായി നിർത്തി വെച്ചിട്ട് വീണ്ടും ഒരു കച്ചിത്തുരുമ്പിൽ കിട്ടി അതിൽ പിടിച്ചു തൂങ്ങി പൊടി തട്ടിയെടുത്ത് വീണ്ടും തന്റെ പാഷനൊക്കെ ആയിട്ട് ജീവിതം സക്സസ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അനുഭവം ഒന്ന് പങ്കുവെക്കുന്നത് നന്നായിരിക്കും. ഉണ്ടെങ്കിൽ ആൾക്ക് ഇപ്പൊ ഒന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ആരില്ലാന്ന് തോന്നുന്നല്ലേ. അപ്പോ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവര് ജീവിതത്തിൽ ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴില്ല, എന്നാലും അതിൽ ഇടക്കൊക്കെ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ വരുന്നുണ്ട്. അവരുടെ വിവാഹത്തോടു കൂടി അവരുടെ കഴിവുകളൊക്കെ മങ്ങിപ്പോകുന്ന ഒരവസ്ഥ. പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ വിവാഹത്തിന് മുന്നേ നല്ല എനർജറ്റിക് ആയ, നല്ല ലീഡർഷിപ്പിലൊക്കെ തിളങ്ങി നിന്ന നല്ലൊരു കുട്ടി പതുക്കെ പതുക്കെ അവളുടെ എനർജിയൊക്കെ പോയി വീട്ടിൽ ഒതുങ്ങുന്ന ഒരു കാഴ്ച നമ്മൾക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഇതിൽ നിന്ന് മാറ്റി അവരെ എങ്ങനെ നമുക്കൊരു ബെസ്റ്റ് വുമൺ ആക്കാം, അല്ലെങ്കിൽ ബെസ്റ്റ് വൈഫ് ആക്കാം, അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റോട് കൂടി ജീവിക്കുന്ന നല്ലൊരു ഹൗസ് വൈഫ് ആക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ന്, അല്ലേ? അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ പരിചയമുള്ള ഒരു കുട്ടി, അവള് സ്കൂൾ കലോത്സവത്തിലൊക്കെ നല്ല കലാതിലക പട്ടവും ഒക്കെ ലഭിച്ചിരുന്ന ഒരു നല്ലൊരു പെൺകുട്ടി. നല്ലോണം എഴുതുമായിരുന്നു, നല്ലോണം വായിക്കുന്ന, എല്ലാവരോടും ആക്റ്റീവായി തുള്ളിച്ചാടി നടക്കുന്ന, മാഗസിന്റെ എഡിറ്ററൊക്കെ ആയിരുന്ന നല്ലൊരു മോള്. അവളെ ഒരു ദിവസം ഞാൻ പിന്നെ കാണാനിടയായി. അപ്പൊ ഞാൻ അറിയാതെ ചോദിച്ചു, നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഇപ്പൊ എവിടെയാ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി എന്നോടൊരു വാക്ക് പറഞ്ഞു, ഞാനിപ്പോ ആത്മാവില്ലാത്തൊരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മാവില്ലാത്തൊരു ശരീരവുമായിട്ട് ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് എന്തോ എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്തെങ്കിലും ഈ കുട്ടിക്ക് വല്ല അസുഖമോ അങ്ങനെ എന്തോന്ന് ആദ്യം വിചാരിച്ചു. അപ്പൊ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി പറഞ്ഞു, ഞാൻ ഒരു വിഡ്ഢിത്തരം ചെയ്തു. അപ്പൊ എന്ത് വിഡ്ഢിത്തം ചോദിച്ചപ്പോ, ഞാൻ എൻ്റെ വിവാഹത്തോടു കൂടി എൻ്റെ പഠനത്തെയും എൻ്റെ എഴുത്തും വായനയും എൻ്റെ ലീഡർഷിപ്പും എൻ്റെ കഴിവുകളൊക്കെ എന്താക്കി, ഞാൻ കെട്ടിപ്പൊതിഞ്ഞു പാക്കറ്റാക്കി എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ തന്നെ വെച്ചു പോന്നു. ഇപ്പൊ എനിക്കൊന്നുമില്ല, അത് തിരിച്ചെടുക്കാനും പറ്റുന്നില്ല. അത് തിരിച്ചെടുക്കേണ്ട സമയം കഴിഞ്ഞു, പ്രായം കഴിഞ്ഞു, എനിക്കൊന്നിനും പറ്റാതായി. ഇനി എനിക്കൊന്ന് പഠിക്കാനോ എന്തെങ്കിലും PSCയോ മത്സരങ്ങളെ എക്സാമുകളൊക്കെ എഴുതാനോ ഒന്നിനും പറ്റാത്ത കാലമായി. ഇപ്പൊ ശരിക്കും ഞാനൊരു ആത്മാവില്ലാത്ത ഒരു ശരീരം മാത്രമാണെന്ന് പറഞ്ഞ് ഈ കുട്ടി കണ്ണൊക്കെ നിറച്ചു. എനിക്കും സങ്കടമായി കേട്ടപ്പോ. കാരണം അത്രയും കഴിവുള്ള ഒരു കുട്ടി, നന്നായിട്ട് പ്രസംഗിച്ചിരുന്നു, അവള് നന്നായിട്ട് പാട്ട് പാടിയിരുന്നു, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു മോള് ഇപ്പോ
ആ വൈബിലാണ് അവളെ ഹസ്ബൻഡ് കല്യാണം കഴിച്ചൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷെ വിവാഹത്തോടു കൂടി അതൊക്കെ നിന്ന് ഒരുതരം മരവിച്ച മനസ്സും ശരീരവുമായിട്ട് ജീവിക്കുന്നത് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് തന്നെ സങ്കടം വന്നു. അപ്പോ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇനി നമ്മളൊക്കെ മുതിർന്ന് വിവാഹം കഴിഞ്ഞ ആളുകളാണെങ്കിലും നമ്മുടെ മക്കളെ, അവരെങ്കിലും ഈ കല്യാണത്തിന് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് ചെക്കന്റെ കയ്യിലേക്ക് അവരെ ഏൽപ്പിക്കുമ്പോൾ ആ ശരീരം മാത്രമായിട്ട് ഏൽപ്പിക്കാതിരിക്കുക. അവരുടെ കൂടെ അവരുടെ പാഷനും അവരുടെ ചിന്തകളും അവരുടെ ഇഷ്ടങ്ങളും പഠനങ്ങളും ഒക്കെ കൊടുത്തുവിടാൻ ശ്രദ്ധിക്കുക. അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ അവരുടെ അസ്തിത്വം നഷ്ടപ്പെട്ട് വെറുതെ ഭക്ഷണം ഉണ്ടാക്കി മക്കളെ കുളിപ്പിച്ച് ഇങ്ങനെയുള്ള ഒരു ജീവിതമായി ജീവിച്ചാൽ എന്താണ് അവസാനം? നമ്മുടെ ഇഷ്ടങ്ങളെ വിട്ടുകളഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ നമ്മൾ ആർക്കോ വേണ്ടി ജീവിക്കും, ആർക്കോ വേണ്ടി മരിച്ചു, അല്ലേ? നമ്മൾ ജീവിച്ചിരുന്നോ എന്ന് പോലും പിന്നീടായിരിക്കും ഓർമ്മയില്ലാത്ത ഒരു കാലം വരും നമ്മുടെ മരണശേഷം. അതുകൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തു വെക്കുക. നമ്മുടെ കൊണ്ട് കഴിയുന്ന ചെറുതാണെങ്കിൽ ചെറുത്, അത് നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിനൊരു തെളിവാകട്ടെ. അല്ലാതെ എന്ത്, നമ്മൾ കുറെ ഭക്ഷണം ഉണ്ടാക്കി, കുറെ ബിരിയാണി വെച്ചു, കുറെ കുഴിമന്തി വെച്ച് ഞാൻ കുഴി ചാടി എന്നാ എന്നോട് ഒരാൾ പറഞ്ഞേ. അപ്പൊ ആ കുഴിയിൽ ചാടാൻ നിൽക്കണ്ട, അതിനു മുമ്പേ നമ്മൾ അവിടുന്ന് തെല്ല് മാറിപ്പോവുക, അല്ലെ? ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് കുറച്ച് വെള്ളം കെട്ടി നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, എന്താവും അതിന്റെ അവസ്ഥ? ഈ കാലത്തൊക്കെ നമ്മളെ വീട്ടിലൊരു ടാങ്കില് കുറച്ച് വെള്ളം കെട്ടി നിന്ന എന്താവും അവസ്ഥ? ഒന്നുമില്ലേ? നിങ്ങളെ വീട്ടിലൊന്നുമില്ല? ആരും കേൾക്കണില്ലേ? ഇവിടെ ആരും ഇല്ലേ? റിയാസ് സാറിനെ മാത്രം കൊതുക്. ആ അതെ, കൊതുക് വരും. പിന്നെ അതില് മറ്റെന്താ പറയാ, പായലൊക്കെ വന്നിട്ട് ഭയങ്കര ദുർഗന്ധമൊക്കെ ആയിട്ട് അങ്ങനെ വരും. എന്നാല് മഴക്കാലം വന്ന് അതിലേക്ക് വെള്ളം ഒഴുകി വരുന്നതോടുകൂടി എന്തായി? അതെ, അഴുക്കൊക്കെ ആയിട്ട് നമുക്ക് തന്നെ അസുഖം വരും. ഈ കൊതുകിന്റെ മുട്ടകളൊക്കെ വിരിഞ്ഞ് അവ വന്ന് നമ്മളെ തന്നെ അസുഖം വരും, അല്ലെ? പിന്നെ ഇപ്പൊ കഥ അമീബിക് ജ്വരം, അതിലിറങ്ങിയാൽ തന്നെ നമ്മൾ അമീബ പിടിക്കുന്നുള്ള അതുപോലെ ഒരു അവസ്ഥ വന്നു ഇപ്പോ, കെട്ടി നിൽക്കുന്ന വെള്ളം. അതുപോലെയാണ് മനുഷ്യരുടെ ബ്രെയിൻ എന്നാ. ആ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലേക്ക് മഴ പെയ്ത് പുതിയ വെള്ളം ഒഴുകിയെത്തി പഴയ വെള്ളമൊക്കെ അതൊന്ന് ഒലിച്ചു പോയാൽ അപ്പൊ ആ വെള്ളം നന്നാവുന്നില്ലേ? അതുപോലെയാണ് നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ബ്രെയിനിലേക്കും എപ്പോഴും പുതിയ പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കണം. അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നും കൊടുക്കണം. അങ്ങനെ വന്നും പോയും ഇരുന്നാലേ നമ്മളെ ബ്രെയിനിനും ഒരു നന്മ വരും. അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്റെ അവസ്ഥ തന്നെ ആയിരിക്കും നമ്മുടെ ബ്രെയിനിനും നമ്മുടെ മനസ്സിനും. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ ബ്രെയിനിലും കൊതുക് മുട്ടയിടും, അമീബ വരും, പാരമീസിയം വരും, എല്ലാവരും എത്തും. പക്ഷെ അത് നമുക്ക് കാണില്ല എന്നുള്ളൂ. അത് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും പല അസുഖങ്ങളും തരും, അല്ലെ? സ്ട്രെസ്സും ഡിപ്രഷൻ, അങ്ങനെയൊക്കെ പല അസുഖങ്ങളും വരും. അതുകൊണ്ട് ഇനിയിപ്പൊ ഞാൻ പറയുന്ന ഈ കാലത്ത് 40-50 വയസ്സായി ശരി, വലിയ ഡിഗ്രി ഒന്നും പഠിച്ചെടുക്കേണ്ട, യൂണിവേഴ്സിറ്റി എക്സാമുകളൊന്നും എഴുതണം, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും പലതരം മാർഗങ്ങൾ ഇക്കാലത്തുണ്ട്. ഒരു പത്രം പോലും വായിക്കാത്ത എത്രയോ ആൾക്കാർ, പ്രത്യേകിച്ച് വീട്ടമ്മമാര് നമ്മുടെ ചുറ്റിലുമുണ്ട്. എന്താണ് ലോകത്ത് നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റുപാടും നടക്കുന്നത്, ഈവൻ നമ്മുടെ പ്രധാനമന്ത്രി ആര്, രാഷ്ട്രപതി ആര്, നീരൊഴുക്കൽ അഴിക്കില്ല. അതെ, ഇതൊന്നും അറിയാതെ എന്തോ ആർക്കോ വേണ്ടിയിട്ടുള്ള ഈ ജീവിതം എന്തിനാണ്? അവസാനം പണ്ട് ഒരു റീല് ഞാൻ കണ്ടു, നവ്യ നായർ പറഞ്ഞു, കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ജീവിക്കും, പിന്നെ നമ്മൾ ഒരു ഭാഗത്ത് തളർന്നിരുന്നാല് ആ പരാതി മക്കളോട് പറഞ്ഞ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം തൊലച്ചത് എന്ന് പറഞ്ഞാൽ മക്കൾ തിരിച്ചു ചോദിക്കും, ഞങ്ങള് പറഞ്ഞോ? ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കാൻ ഞങ്ങൾ പറഞ്ഞായിരുന്നോ?
നിങ്ങൾ തന്നെ മാറ്റി വെച്ചതല്ലേ, ഞങ്ങൾ നിർബന്ധിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്താവും നമ്മളെ അവസ്ഥ? അപ്പൊ അതുകൊണ്ട് ഈ ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് ആൾക്കാർ കുളിക്കാനും മനുഷ്യർ കുളിക്കാനും പക്ഷികൾ ഒരു തോന്നുന്നത്. ഒരു കോള് വന്നുപോയി. ഓക്കെ. ഒഴുക്കുള്ള വെള്ളത്തില്, നല്ല വെള്ളത്തില് മീനുകൾ ജീവിക്കുള്ളൂ, പക്ഷികളും നമ്മൾ മനുഷ്യർ കുളിക്കാനും അലക്കാനും എല്ലാത്തിനും ഒഴുക്കുള്ള നല്ല വൃത്തിയുള്ള വെള്ളത്തിലേ പോവുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യം. നമ്മുടെ മനസ്സിൽ ഈ കെട്ടിക്കിടന്ന് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും ദുഷിച്ചാല് ഒരു മനുഷ്യരും നമ്മുടെ അടുത്തേക്ക് വരില്ല. മനസ്സ് ദുഷിച്ചാൽ അവരുടെ നാവും ദുഷിച്ചു എന്നാ. പിന്നെ വാക്കുകളും വേണ്ടാത്ത പ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വരുള്ളൂ. അങ്ങനെ വന്നു പോയാൽ നമ്മളല്ലാതെ നമ്മളെ നോക്കാതെ നോക്കിയ നമ്മളെ മക്കൾക്ക് പോലും നമ്മളെ വേണ്ടാതാവും. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. നമുക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട്, നമ്മുടെ പാഷന് പറ്റുന്ന, നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് തരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. അത് നമ്മൾ ചെയ്യുക. ടൈം കിട്ടും. 24 മണിക്കൂറാണ് എനിക്ക് തികയുന്നില്ല എന്ന് പറയും. പക്ഷെ നമുക്ക് ശ്രമിച്ചാൽ നമുക്ക് കിട്ടാത്തൊരു പരാതിയില്ല. ഒരു പകൽ മുഴുവൻ ഈ അടുക്കള എന്ന 4 വട്ടത്തിൽ ചുറ്റാതെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുക. അത് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കിയാൽ പിന്നെ നമ്മൾ അത് താനേ ചെയ്യും. അത്രയും എനർജി നമുക്ക് തരുന്ന ഒരു കാര്യമാണ് അത്. ഇല്ലെങ്കിൽ നമ്മുടെ ചിന്ത മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും. ഒരു മിനിറ്റ്. അനിസ്മ, ലെഫ്റ്റ് ആയോ? ഇല്ല, അതേ മക്കളെ മോന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ വിളിക്കുക. അപ്പൊ ഇത് പോവാ. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ലല്ലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. എന്റെ ഫ്ലോ പോയി. ഒരു മിനിറ്റ്, എന്റെ ഫ്രണ്ട്സിനോട് അപ്പൊ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഒന്നിലും ഇൻവോൾവ് ആകാതെ ഇരുന്നാല് നമ്മുടെ മൈൻഡ് നിറയെ നെഗറ്റീവ് ചിന്തകൾ നിറയും. അത് നമുക്ക് തന്നെ, നമ്മുടെ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങളാവാൻ അത് കാരണമാവും, അല്ലെ? അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ചെറുതെന്തെങ്കിലുമൊക്കെ, നമുക്കറിയുന്ന തൊഴിലുകളോ അല്ലെങ്കിൽ വായനയോ, എന്താണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ, നമ്മുടെ പാഷൻ എന്തെന്ന് വെച്ചാൽ അത് ചെയ്യാൻ നോക്കുക. അതുപോലെ എന്താണ്, മറ്റൊരു അബദ്ധം പറയുന്നതാണെങ്കിൽ എന്താണ്, നമ്മുടെ മക്കളൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? അവരില്ലാതെ എന്താണ് ജീവിതം, അവരില്ലാതെ എന്താണ് ഒന്നിനും ഭംഗിയില്ല എന്ന് പറഞ്ഞ് നമുക്കൊന്നിനും സമയമില്ലാതെ നമ്മളെ മക്കളെയും നമ്മളെ മറ്റുള്ളവരെയൊക്കെ ഊട്ടാനും ഉറക്കാനും ഒക്കെ നിൽക്കും, ഹസ്ബൻഡിനൊക്കെ ഉറക്കാൻ നിൽക്കും. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്?
നമുക്ക് ദൈവം തന്നെ അതിനൊരു ഉദാഹരണം കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ തീരെ ശ്രദ്ധിക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ മറന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ ഊട്ടുകയാണ്. പക്ഷെ അവരെ ശ്രദ്ധിക്കണ്ട, അവരെ നോക്കാതിരിക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് തെറ്റിദ്ധരിക്കരുത്, അതൊക്കെ ചെയ്യണം. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ നമ്മളെ നോക്കാൻ മറന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞത്, അത് ദൈവം തന്നെ നമ്മളെ ശരീരത്തിൽ വരുത്തി വെച്ചൊരു കാര്യം. ഉദാഹരണത്തിന് ഹൃദയത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഹെർട്ട് മിടിച്ചിട്ട് രക്തം പമ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്രെയിനിലേക്കും ലിവറിലേക്കും ഒക്കെ. നമ്മുടെ ഹെർട്ടാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ പമ്പ് ചെയ്യുമ്പോൾ 2 കുഴലുകൾ പുറത്തേക്ക് വരുന്ന കുഴലുണ്ട്. ഇതിലെ കുഴലിന്റെ ആദ്യത്തെ ശാഖ പോകുന്നത് ഹൃദയത്തിലേക്ക് തന്നെയാണ്. അതിന്റെ കാരണം എന്താ? ഹെർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഫസ്റ്റിൽ എത്തുന്നത് ഹൃദയത്തിലേക്കാണ്. ഹൃദയത്തിന് ആവശ്യമുള്ള രക്തം എടുത്തു കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള അവയവങ്ങളിലേക്ക് രക്തം എത്തിക്കുന്നുള്ളൂ, പമ്പ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താ? അപ്പോ ഹൃദയത്തിന് അറിയാം, എനിക്ക് രക്തം കിട്ടിയില്ലെങ്കിൽ എന്റെ പ്രവർത്തനം മുടങ്ങും. ഹൃദയം നിലച്ചാൽ പിന്നെ പറയണ്ടല്ലോ. ഹൃദയം നിലച്ചാൽ പിന്നെ ബ്രെയിനിന് രക്തം ആവശ്യമുണ്ടോ? കിഡ്നിക്ക് ആവശ്യമുണ്ടോ? ഒന്നുമില്ല അല്ലേ? എന്തായിരിക്കും നമ്മുടെ ഹൃദയം നിലച്ചു പോയാ പിന്നെ നമ്മളുണ്ടോ? മയ്യത്താവും. അതെ അതെ, നമ്മൾ മയ്യത്തായി. പിന്നെ രക്തം വേണ്ട, പിന്നെ ആർക്കും രക്തം വേണ്ട അല്ലെ? അപ്പൊ ഇത് ദൈവമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു ഉദാഹരണമാണ് അല്ലെ? അപ്പൊ നമ്മളും അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് എന്താ പറയാന്, എൻ്റെ ഒരു റിലേറ്റീവ്, അവർക്ക് ഒരു 50 വയസ്സായിട്ടുണ്ടാവും ഇപ്പോ. ഒരു വലിയൊരു ജോയിന്റ് ഫാമിലി ആയിരുന്നു അന്ന് അവരുടെ ഇതിലൊക്കെ. അപ്പൊ ഞങ്ങളൊക്കെ വിരുന്ന് പോകും അങ്ങോട്ടൊക്കെ. അപ്പൊ ഇവർക്ക് ഇത് തന്നെ പണി, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ലഞ്ച്, ഡിന്നർ, അങ്ങനെ. അത് അവർക്ക് സമയത്ത് കഴിക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ മക്കളൊക്കെ മുതിർന്ന്, ഭർത്താവ് മരിച്ചു, ഭർത്താവിന്റെ ഉമ്മയും വീട്ടുകാരൊക്കെ മരിച്ചു, മക്കളൊക്കെ ജോലിയായിട്ട് വിദേശത്തും അവിടെ ഇടയ്ക്കായി, ബന്ധുക്കൾ ആരും വരാനും ഇല്ലാതെയായി. ഇപ്പൊ പാവം ഒറ്റക്കായി. മക്കള് കൂട്ടിന് ഒരാള് രാവിലെ വരും, ജോലികളൊക്കെ ചെയ്ത് വെച്ച് പോകും. പക്ഷെ അവരിപ്പൊ കണ്ടാല് കയ്യിലും കാലിലും ഒക്കെ ആകെ നീര് വന്ന്, സ്വന്തം നടക്കാൻ, ഒന്ന് ബാത്റൂമിൽ പോവാൻ പോലും, ഒറ്റക്ക് പോവാൻ പോലും പറ്റാത്തൊരവസ്ഥ. അപ്പൊ എന്താ ഇത് കാരണം എന്ന് ചോദിച്ചപ്പോ ആദ്യം തുടങ്ങിയത് ഒരു വയറുവേദന തുടങ്ങി. അപ്പൊ അൾസറാന്ന് പറഞ്ഞു. പിന്നെ അതിന് കുറെ സർജറി എന്തെല്ലാം ചെയ്തു, പല അസുഖങ്ങളായിട്ട് ഇപ്പൊ അവര് കിടന്നു. അവരെ നോക്കാൻ ഇപ്പൊ ഈ മക്കളും ബന്ധുക്കളും ആരും ഇല്ല. അതാണ് അവസ്ഥ. അതുപോലെ ഇനിയിപ്പോ വെറും ലേഡീസിനെ പറ്റി പറഞ്ഞു എന്താ ഒരു പരാതി വേണ്ട. ജെൻസിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. പ്രത്യേകിച്ച് പ്രവാസികൾക്ക്, അവർക്ക് അധ്വാനിക്കുക, കാശുണ്ടാക്കുക, വീട്ടിലേക്ക് അയക്കുക, മക്കള് ജീവിക്കട്ടെ, ഭാര്യ ജീവിക്കട്ടെ, ഉമ്മയും മറ്റുള്ളവരൊക്കെ ജീവിക്കട്ടെ. അവിടെ കിടക്കുന്ന അവരുടെ റൂമിന്റെ ഒരു ഫോട്ടോ പോലും ചിലപ്പോ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ടാവില്ല. അവരയക്കുന്ന ഫോട്ടോ എങ്ങനെ? നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, സൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഡ്രസ്സില് ഒരു പക്ഷേ ഈ അച്ഛൻ മക്കൾക്കുള്ള ഫോട്ടോ അയക്കുള്ളൂ. അപ്പൊ എന്താ വീട്ടുകാർ വിചാരിക്കുന്നത്? ഓ, നല്ല ജോലിയാണ് അല്ലെ? എന്റെ ഹസ്ബൻഡ് അടക്കം അങ്ങനെയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് അവരുടെ റൂമിന്റെ ഒക്കെ അവസ്ഥ മനസ്സിലായത്. ഞാൻ പറഞ്ഞു, മതി, ഇത്രയും മതി, നമുക്ക് പോവാം, നാട്ടിലുള്ളതുകൊണ്ട് ജീവിക്കാന്ന് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നു, ഉള്ളത് കൊണ്ട് ജീവിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കഴിയുന്ന ആൾക്കാരുണ്ടാവും, നല്ല ആൾക്കാരും ഉണ്ടാവും, നല്ല സൗകര്യത്തിലൊക്കെ കഴിയുന്ന, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എല്ലാത്തിന്റെയും നെഗറ്റീവ് അല്ല ഞാൻ പറയുന്നത്, ഇതിന്റെ പോസിറ്റിവിറ്റി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരാള് 30 വർഷമായിട്ട് പ്രവാസിയായി ജീവിച്ച ഒരാള് ഇതുപോലെ മക്കളെ കല്യാണം കഴിച്ചയച്ചു, പെങ്ങന്മാരുടെ ഒക്കെ വീടിരിക്കലും അതിലുള്ള സാധനങ്ങൾ, അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം ഇയാൾ ആരോഗ്യം നഷ്ടപ്പെട്ട് പണിയൊന്നും ചെയ്യാൻ പറ്റാതെ ആയപ്പോ കമ്പനി പിരിച്ചുവിട്ടു. അപ്പൊ പിരിച്ചുവിട്ടപ്പോ ഈ റൂമിലുണ്ടായിരുന്ന ആൾക്കാരെന്ത് പറഞ്ഞു? എന്തായാലും നാട്ടിൽ പോവല്ലേ, ഞങ്ങളുടെ വക എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞങ്ങൾ വാങ്ങിത്തരാം, അതെന്താണ് വേണ്ടതെന്ന് വെച്ചാ പറയാൻ പറഞ്ഞു. എന്തായാലും ഇയാൾ പറയൂല. അവസാനം നിർബന്ധിച്ച് പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞൊരു കാര്യം, അത് കേട്ടപ്പോ ഞാൻ കരഞ്ഞുപോയി. എന്നോട് ഒരാൾ പറഞ്ഞൊരു കഥയാണത്. എന്താന്ന് വെച്ചാല്, ഞാൻ കമ്പനി പോകുമ്പോ ഏതൊരു സ്ഥലം പറഞ്ഞു, ആ സ്ഥലത്ത് ഒരു ചില്ലിന്റെ കൂട്ടില് ഒരു കോഴി കിടന്ന് ഇങ്ങനെ കറങ്ങണേ കാണാം. അത് പലരും ക്യൂ നിന്നിട്ട് വാങ്ങി പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകുന്നേ കാണാം. ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല, എനിക്ക് അതൊന്ന് വാങ്ങി തന്നാ മതി. സംഭവം എന്താണെന്നറിയോ? ആള് നമ്മുടെ ഷവർമ്മ. ഈ പാവം അതുപോലും ഒന്ന് അവിടുന്ന് വാങ്ങി കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അതിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്.
കുടുംബങ്ങളെ എല്ലാ കാര്യം തീർത്ത് കമ്പനി പിരിച്ചു വിട്ടിട്ടാണ് നാട്ടിൽ പോവാൻ തീരുമാനിച്ചത്. സ്വന്തം മക്കളുടെ കല്യാണത്തിന് പോലും ചിലപ്പോൾ പോവാൻ പറ്റാതെ മറ്റുള്ളവരെ ഏൽപ്പിച്ച ഒരാളാണ്. എന്നിട്ട് ഒരു ഷവർമ്മ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ, പക്ഷെ ഇയാൾ അയച്ചു കൊടുക്കുന്ന കാശ് കൊണ്ട് അയാളുടെ മക്കളും ഭാര്യയും കുടുംബങ്ങളൊക്കെ നല്ല ഭക്ഷണങ്ങളെല്ലാം വാങ്ങി കഴിച്ചിട്ടുണ്ടാവും, നല്ല ഹോട്ടലിൽ പോകുന്നുണ്ടാവും, റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇയാൾ മാത്രമേ കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ പുരുഷന്മാരാണെങ്കിലും കുടുംബത്തെ നോക്കണം, ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ മുന്നേ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹാർട്ട് ബ്ലഡ് സ്വയം എടുക്കുന്നുണ്ട് എന്ന പോലെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആരോഗ്യവും കാത്തിട്ട് ബാക്കിക്ക് നിൽക്കുക. അല്ലെങ്കിൽ എന്താണ്, ഒരു കാലത്ത് കയ്യിലെ പൈസ ഇല്ലാത്ത കാലം വരും, പിന്നെ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും. തിരിച്ചു വരുമ്പോ ഒരു ബാധ്യത, മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയാകുന്ന ഒരു ടൈമുണ്ട്. അപ്പൊ അതിന് ആദ്യമേ നിന്ന് കൊടുക്കരുത്. നമ്മളിപ്പോ തന്നെ നമ്മുടെ ഈ ഏജിൽ ശ്രദ്ധിച്ചാല് നമ്മുടെ മരണം വരെ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോവാൻ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം പാതി താൻ പാതി എന്നാണല്ലോ എല്ലാത്തിലും. അപ്പൊ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ആരോഗ്യമൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് ജീവിക്കുക, അതിന് ശ്രദ്ധിക്കാം. അപ്പൊ എന്താണ്, നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മൾ തന്നെ ആയിരിക്കണം. എന്നിട്ട് മതി ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ, അല്ലെ? അപ്പോ ഇടക്ക് എന്താണ്, നമ്മളെ മാത്രം മറന്നിട്ട് മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ജീവിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ ഞാനും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊരു ഓർമ്മയെങ്കിലും നിങ്ങൾക്കുണ്ടാവട്ടെ, അല്ലെ? സ്വയം മറന്ന് മറ്റൊരാളെ നോക്കി അതൊരു വലിയ സംഭവമായി കാണണ്ട. ഈ സംഭവമൊക്കെ നമ്മൾ വീണുപോയാൽ ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ അത് എന്തായാലും ഒരു നിർബന്ധമായിട്ട് നമ്മൾ അത് ചെയ്യുക. അതൊരു തെറ്റിദ്ധാരണക്കോ ഒന്നും ഇടവരും എന്ന് വിചാരിച്ച് സെൽഫിനെ മറന്ന ഒരാളും മറ്റൊരാളെ സ്നേഹിക്കാൻ പോവണ്ട എന്നാണ് ഞാൻ പറയുന്നൊരു ഉദ്ദേശം. അല്ലാതെ ആരെയും ഉമ്മാനെ നോക്കണ്ട, വൈഫിനെ നോക്കണ്ട, കുടുംബത്തെ നോക്കണ്ട എന്ന് ഈ സമയം പറഞ്ഞു എന്നുള്ളതാരും വിചാരിക്കണ്ട. പിന്നെ എന്താണ്, ഒരു കുട്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് വരുന്നത്, ഇതും ഞാനൊരു കുട്ടിയിലൂടെ ഒരു ഉദാഹരണം പറയാം. ഇതും എന്നോട് ഒരാൾ പറഞ്ഞ കഥ. ആകെ ഡിപ്രഷൻ, എവിടെ ചികിത്സിച്ചാലും അവിടെ വേദന ഇവിടെ വേദന, കുറെ അസുഖങ്ങൾ പറഞ്ഞു, കുറെ ടെസ്റ്റുകൾ ചെയ്തു. അപ്പൊ അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ അവസാനം ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കൗൺസിലിംഗ് ചെയ്തപ്പോ ഈ കൗൺസിലർ കണ്ടൊരു കാര്യമാണ്, കുട്ടിക്ക് ഒന്നിനും ആഗ്രഹമില്ല, ഇങ്ങനെ വേദനകൾ എന്ന് പറഞ്ഞിരുന്നപ്പോ ഈ കുട്ടിക്കുള്ള പ്രശ്നം എന്താണ്, കുട്ടി ശരിയാണ്, ഹസ്ബൻഡിന്റെ ഉമ്മ ഒരു മോശം സ്വഭാവമുള്ള സ്ത്രീ ആയിരുന്നു, അത് ഈ ഹസ്ബൻഡ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ നല്ലോണം ഈ മരുമോളെ അവര് നല്ലോണം പീഡിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ട്രോമയിൽ നിന്ന് ഈ കുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നാ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 20 വർഷം. അപ്പൊ ഉമ്മ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഉമ്മ മരിച്ചിട്ട് 12 വർഷമായി, ഈ പീഡിപ്പിക്കുന്ന ഈ ഹസ്ബൻഡിന്റെ ഉമ്മ. പക്ഷെ ആ 12 വർഷത്തിന് ശേഷം ഇപ്പോഴും ഈ കുട്ടി അതിന്റെ ട്രോമയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അതാരുടെ കുറ്റാണ്? അത് പീഡിപ്പിച്ച ഉമ്മാക്കോ ഹസ്ബൻഡിനോ അത് ഏറ്റെടുക്കാൻ നിർത്തിയുണ്ടോ? ഉമ്മ മരിച്ചു പോയി 12 വർഷമായി. അപ്പൊ ഇത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വരുന്ന ഒരു ഈഗോ പ്രശ്നമാണ്. എന്താണെങ്കിലും അത് മനസ്സിലിട്ട് ഒരു മറവിക്ക് നമ്മളൊരു പ്രാധാന്യം കൊടുക്കൂല. ഇതെന്തിനാണ് ആ കുട്ടി വീണ്ടും വീണ്ടും മനസ്സിലിട്ട് നടക്കുന്നത്? അതുകൊണ്ടല്ലേ അവളൊരു രോഗിയായത്. അപ്പൊ അത് ചിന്തിക്കാതെ നമ്മളങ്ങനെ ഒരാളോടുള്ള ഈഗോയും വീറും വാശിയും നമ്മുടെ മനസ്സിലിട്ട് പെരുപ്പിച്ച് നമ്മുടെ ഹൃദയത്തെ പൊട്ടിക്കുക. അതുകൊണ്ട് എന്നാൽ അതിന് പുരുഷന്മാര് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം അവര് എന്ത് വഴക്കാണെങ്കിലും എന്തടിയാണെങ്കിലും ആ ടൈം കഴിഞ്ഞു. ഇപ്പൊ രാവിലെ എണീക്കുമ്പോ ചിലപ്പോ ഒരു വർഷം ഭാര്യ ഭർത്താവും നല്ല എന്തിനോ പോയി ദേഷ്യപ്പെട്ടിട്ടൊക്കെ ആയും ഓഫീസിലേക്ക് പോയിട്ടുണ്ടാകും. പിന്നെ വരുമ്പോ അയാൾ മറന്നിട്ടുണ്ടാവും എന്താ അതെ ഇതെന്ന് ചോദിച്ചിട്ട് അയാൾ വരും. പക്ഷെ നമ്മളെങ്ങനെ അയാളെ ഫേസ് ചെയ്യാ, അല്ലേ? 5 കിലോ ഉണ്ടാവും നമ്മുടെ മുഖം. അത് റൗസാർ സത്യം. അതെ, അത് പെണ്ണുങ്ങളുടെ ഒരു പ്രകൃതം, ദൈവം തന്നതായിരിക്കാം. ഞങ്ങൾ അങ്ങനെ നിങ്ങൾ കളിയാക്കല്ലേ. എന്നാലും ഞാൻ സ്ത്രീകളോട് പറയാ, അത് വേണ്ട. കൊല്ലം മറവിക്ക് വിട്ടുകൊടുക്കണം. എന്ത് സങ്കടമാണെങ്കിലും ഒരു 10
കൂടിപ്പോയ 1 മണിക്കൂർ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടേതായ ലോകത്തിലേക്ക് വരിക. നമ്മുടെ ശരീരത്തിൽ വെറുതെ സ്ട്രെസ് ഹോർമോണൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഭർത്താവിനും മക്കൾക്കും എന്തെങ്കിലും നഷ്ടമുണ്ടോ? അത് നമുക്കല്ലേ ഉള്ളൂ. എന്നാലും ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ജോലികളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ എന്തിന് ദേഷ്യപ്പെട്ട് കനപ്പിച്ച് നടക്കുന്നു? അപ്പൊ എന്താണ്? അതുപോലെ തന്നെ കുട്ടികളും അവരും പെട്ടെന്ന് മറക്കും. ഇപ്പോ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, അയൽവാസി കുട്ടികൾ തമ്മിൽ അടി ഉണ്ടാക്കും. അവരുടെ കാരണത്താൽ അവരുടെ ഉമ്മമാര് തമ്മിൽ വഴക്കായിട്ടുണ്ടാവും. പക്ഷെ അവര് വഴക്ക് കൂടുന്നതിന്റെ ഇടയിൽ ഈ കുട്ടികൾ രണ്ടും തോളില് കൈയിട്ടുകൊണ്ട് നടന്നു പോകുന്ന ഒരു പിക്ചറും വീഡിയോസും ഒക്കെ കാണും. അപ്പൊ അതാണ്, സ്ത്രീകളൊന്നും മറക്കൂല. സ്ത്രീകളൊക്കെ അവരുടെ മനസ്സിലിട്ട് അതൊക്കെ ഒരു കൊട്ടയിലാക്കി ഇങ്ങനെ ഭാണ്ഡം കൊട്ടയേറ്റിക്കൊണ്ട് നടക്കുക. അമ്മായിയമ്മ അങ്ങനെയാണ്, നാത്തൂന് ഇങ്ങനെയാണ്, മറ്റയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് ഹസ്ബൻഡ് മക്കള് പറഞ്ഞതൊക്കെ കൊട്ടയിലിട്ട് ഭാരം ഏറ്റി നടക്കാൻ പറ്റാതെ അവരുടെ കഴുത്തൊടിയാണ്. എന്തിനാണ് ഇങ്ങനെ വെറുപ്പും വിദ്വേഷം നമ്മുടെ മനസ്സിലിട്ടിട്ട് കാര്യം? നമ്മൾ ഒരാളോട് വെറുപ്പ് കാണിച്ചാൽ അവരെ വെറുപ്പത്ത് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രശ്നവുമില്ല. അവര് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും, സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും, സുഖമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. നമുക്കാണൊന്നും പറ്റാത്തെ. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല, ഉറക്കം വരുന്നില്ല, കുളിക്കാൻ തോന്നുന്നില്ല, ആരോടും മിണ്ടാൻ തോന്നുന്നില്ല, ആകെ ഡിപ്രഷൻ, പിന്നെ പലവിധ അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അല്ലെ. ഒരു ഗുരുവിന്റെ ശിഷ്യന്റെയും കഥ ഉണ്ട്. ഈ ശിഷ്യൻ അങ്ങനെയാണ്, എന്ത് കാര്യത്തിനും പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ അവരോടുള്ള ഒരു പ്രതികാരം മനസ്സിൽ വെച്ചിട്ട്, ശരിക്കും പറയുന്നത് ദേഷ്യപ്പെട്ട ചെവിക്കുന്നുള്ളും ആ ശിഷ്യന്ന അങ്ങനെ ഒരു തരം സ്വഭാവം. കാരണം പിന്നെ അതിന് അയാളോട് ഒരു പ്രതികാരം ചെയ്യാതെ ഇയാളെ ആ പിരിമുറുക്കം മാറൂലാന്ന്. അങ്ങനെയായി ഗുരു ഇവനെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടി പ്രശ്നത്തിലായി. അപ്പൊ ഒരു ദിവസം ഗുരു ഇവനൊരു ജോലി കൊടുക്കുകയാണ്. ഒരു കാലി ചാക്കും കൊടുക്കും, പിന്നെ ഒരു കൊട്ടയിൽ നിറയെ ഉരുളക്കിഴങ്ങുകൾ കൊടുക്കും. എന്നിട്ട് ശിഷ്യനോട് പറയാണ്, നീ ഇതുകൊണ്ട് ദിവസം ഒരു സ്ഥലത്ത് ഇങ്ങനെ പോവണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിന്നോട് ആരെങ്കിലും ദേഷ്യപ്പെടുമ്പോ ആ ദേഷ്യം നിന്റെ മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ, നിനക്കത് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഈ ചാക്കിലോട്ട് ഇടുക. അങ്ങനെ പറഞ്ഞിട്ട് ശിഷ്യനെ പറഞ്ഞയക്കുക. എന്താ ശിഷ്യൻ, എല്ലാരും എന്ത് പറഞ്ഞാലും എപ്പോഴും ദേഷ്യം വരുന്ന ശിഷ്യൻ. ഓരോ പ്രശ്നത്തിനും ശിഷ്യന് ദേഷ്യം വരുന്നു. കൊട്ടയിൽ നിന്ന് ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുന്നു, ചാക്കിലിടുന്നു, രണ്ടാമത്തേത് എടുത്തു, ചാക്കിലിട്ടു, മൂന്നാമത്തെ ചാക്കിലിട്ടു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, വലിയ പ്രശ്നമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4-5 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച ആയപ്പോ ചാക്ക് അത്യാവശ്യം നിറയാനും തുടങ്ങി. പക്ഷെ അതിനൊക്കെ അപ്പുറം ഈ ഉരുളക്കിഴങ്ങൊക്കെ ചീഞ്ഞ് വെള്ളമൊലിച്ച് അതിൽ നിന്ന് ദുർഗന്ധവും ഈച്ചകളും ഒക്കെ വരാൻ തുടങ്ങി. ഇയാളത് തലയിൽ ചുമക്കുമ്പോ എന്താ, ചാക്കിന്ന് ആ ചീഞ്ഞ വെള്ളമൊക്കെ ഇയാളെ ദേഹത്തോട് ഒഴുകാൻ തുടങ്ങി. ഇയാളെ മേലെ ഈച്ചയും പുഴുക്കളൊക്കെ വരാൻ തുടങ്ങി. ആകെ ചീഞ്ഞ് നാറി മനുഷ്യര് പോലും ഇയാളെ അടുപ്പിക്കാതെ ആയി. എന്താ ഈ അവസ്ഥ? കാരണം എന്താണ്? ഇയാളെ ദേഷ്യം. അങ്ങനെ ആയപ്പോ ഗുരുവിന് മനസ്സിലായി. ഗുരു ശിഷ്യനെ തിരികെ വിളിച്ചു, കാര്യം പറഞ്ഞു എന്തുണ്ടായി. അപ്പോ ഗുരു, എനിക്ക് സഹിക്കുന്നില്ല ഇത്, ഈ പരീക്ഷണത്തിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റി തരണമെന്ന് പറയുമ്പോ ശിഷ്യനോട് ഗുരു പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ, ഇതാണ് നിന്റെ മനസ്സിന്റെയും അവസ്ഥ. മറ്റുള്ളവരോടുള്ള ദേഷ്യം മനസ്സിലിട്ട് അതൊരു ഭാണ്ഡക്കെട്ടാക്കി മുറുക്കി നടന്നാൽ അത് ചീഞ്ഞ് അതിൽ നിന്ന് അഴുക്കും പുഴുക്കളും ഒക്കെ ഒലിച്ചു വരും. നിന്റെ ശരീരവും നിന്റെ മനസ്സും നിന്റെ ബ്രെയിനും ചീഞ്ഞ് ഒരു മനുഷ്യരും നിന്റെ അടുത്തേക്ക് വരാത്ത അവസ്ഥയാവും. അങ്ങനെ നീ ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ ശിഷ്യന് കാര്യം മനസ്സിലായി. ശിഷ്യൻ നന്നായി എന്നാണ് കഥ. അപ്പോ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഇത്രയും പറഞ്ഞു തരുന്നതാണ്. നമ്മൾ നമ്മളായി നമ്മുടെ മനസ്സിനെ നമ്മൾ നന്നാക്കുക, നമ്മൾ ആരെയും നന്നാക്കാൻ പോണ്ടെന്നല്ലേ. പിന്നെന്താണ് അടുത്തത്? സ്ത്രീകളെ നിങ്ങൾ തന്നെ ഒരു പ്രശ്നക്കാരിയായി വിചാരിക്കരുത്, ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ. അതുപോലെ ഭർത്താക്കന്മാര് ഞങ്ങൾ വെറും പ്രശ്നക്കാരാണെന്ന് നിങ്ങളും പറയണ്ട. എന്നാലും ഞാൻ പറയാം. അടുത്ത നമുക്ക് വരുന്ന സ്ത്രീകൾക്ക് വരുന്ന ഒരു തെറ്റാണ്. ഉദാഹരണം പറയണമെങ്കിൽ ഇപ്പോ ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വലിയ ഫാമിലിയാണ്. അവര് 11 മക്കളാണ്, 6 ആൺമക്കളും 4 പെൺമക്കളും. അവരെ ഉമ്മ ഏറ്റവും ചെറിയ മോന് 1.5 വയസ്സായപ്പോ അവരെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ 11 മക്കളെയും ഉമ്മ വളരെ കഷ്ടപ്പെട്ടായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. 5ാമത്തെ മോനാണ് എൻ്റെ ഹസ്ബൻഡ്.
അപ്പൊ ഈ ബാക്കി 4 ജ്യേഷ്ഠന്മാരും ഈ ഉമ്മയും കൂടി അത്രയും ബുദ്ധിമുട്ടിയിട്ടാവും ഒരു പിതാവില്ലാത്ത ഈ 11 ഈ മക്കളെയൊക്കെ വളർത്തിയിട്ടുണ്ടാകും. അങ്ങനെ അതിന്റെ ഇടയിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡും ഈ ജ്യേഷ്ഠന്മാരൊക്കെ സഹായം നന്നായിട്ട് ലഭിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇയാൾക്ക് ജോലി കിട്ടി, ഇയാളൊരു ഒത്ത പുരുഷനായി അത്യാവശ്യം ജീവിക്കാനൊക്കെ ആയി ഒരു കല്യാണം കഴിഞ്ഞ് അയാൾ ഭാര്യയായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അധികാരം പ്രഖ്യാപിക്കാം, ഇത് എന്റെ ഭർത്താവാണ്, നിങ്ങൾ എന്റെയാണ്, എന്റെ കാര്യം നോക്കിയാൽ മതി. നിങ്ങൾ എന്തിനാ ഉമ്മാക്ക് അത് കൊടുക്കുന്നത്? നിങ്ങൾ എന്തിനാ നിങ്ങളെ പെങ്ങൾക്ക് അത് കൊടുക്കുന്നത്? എന്താ അവർക്കൊക്കെ അവരുടെ ആൾക്കാരില്ലേ? എന്താ പെങ്ങൾക്ക് പെങ്ങളെ ഭർത്താവില്ലേ? ജ്യേഷ്ഠൻ എന്താ അവർക്ക് സ്വത്തില്ലേ? അതില്ലേ? നിങ്ങൾ എന്തിനാ അവരെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്, ഇത് വാങ്ങിക്കൊടുക്കുന്നത്? നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ എന്തിനാ ഉമ്മാനെ വിളിക്കണേ? അങ്ങനെ പറയുന്ന സ്ത്രീകൾ ഉണ്ടാവും. പക്ഷെ ഈ ഭർത്താവ് ആ പാവത്തിന് ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് അയാള് ചക്രശ്വാസം വലിക്കുക, ഉമ്മാനെ തള്ളാൻ വയ്യ. കാരണം ഉമ്മ അത്രയും ബുദ്ധിമുട്ടി. ഒരു പക്ഷേ ഇവിടുത്തെ ഉമ്മാക്ക് പിന്നെ അവർക്ക് പുറത്തൊന്നും പോവേണ്ടി വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ പോയ ആൾക്കാരുണ്ടാവും, പുറത്ത് കൂലിപ്പണിയെല്ലാം ചെയ്ത് വീട് ജോലികളൊക്കെ ചെയ്ത് മക്കളെ വളർത്തിയ ആൾക്കാരുണ്ടാവും. അതുപോലെ ജ്യേഷ്ഠന്മാര് ഈ അനിയന്മാരെ നോക്കാൻ വേണ്ടി പഠിക്കാൻ പറ്റാതെ ജോലിക്ക് പോയിട്ട് പുറത്തുള്ള ജോലിയൊക്കെ ചെയ്തു വന്ന അനിയന്മാര് പഠിപ്പിച്ച് നന്നാക്കിയ ആൾക്കാരുണ്ടാവും. ഈ ജ്യേഷ്ഠന്മാരെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമ്പോൾ എന്തിനാണ് നമ്മൾ കുശുമ്പ് വെക്കുന്നത്? നമ്മൾക്കുള്ളത് എന്തായാലും അവിടെ ഉണ്ടാവും. അതിന്റെ ബാക്കി കൊണ്ടല്ലേ നമ്മളെ ഭർത്താക്കളാണെങ്കിലും അവരങ്ങോട്ട് വാങ്ങിക്കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഒരിക്കലും അവരുടെ കുടുംബത്തിൽ നിന്ന് ഭർത്താവിനെ ഒറ്റയ്ക്ക് എനിക്ക് വേണമെന്ന് പറിച്ചെടുക്കരുത്. അത് അവരോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെപ്പോലും അവര് വെറുക്കും. അത് നേരെ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മളെ ഉമ്മയെയും നമ്മളെ രക്ഷിതാക്കളെയും അവർക്ക് ഇഷ്ടമല്ലാതെ അവര് തള്ളി പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് പോവാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്താവും അവസ്ഥ? എനിക്ക് ജെൻസിനോടും അതേ പറയാനുള്ളൂ. ഞങ്ങൾ സ്ത്രീകൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കൂടെ ഞങ്ങളുടെ പാരൻസ് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അവിടുന്ന് പറിച്ച് നടലല്ല. എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രദറും ഞങ്ങളുടെ സിസ്റ്റേഴ്സും അച്ഛനും അമ്മയും എല്ലാവരും ഞങ്ങൾക്കും വേണം. അപ്പൊ അവരുടെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ അതുപോലെ അവര് ചിലപ്പോ അച്ഛൻ പഠിപ്പിച്ച് ജോലിയാക്കിയതിന് ശേഷമായിരിക്കും ഈ മോളെ കല്യാണം കഴിച്ചു വിടുന്നത്. പക്ഷേ ശമ്പളം മുഴുവൻ വാങ്ങുന്നത് ആരാ? ഈ ഹസ്ബൻഡിന് കൊടുക്കേണ്ടി വരും. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ പങ്ക് വീട്ടിലേക്ക് എത്തിച്ചാൽ ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തോ, നിന്റെ വീട്ടുകാരല്ലേ നിനക്ക് വലുത്, അങ്ങനെ ഇങ്ങനെ. അത് ഒരു ഹസ്ബൻഡും അവരും അങ്ങോട്ടും പറയരുത്. ഒരു ബോണ്ടിൽ നിൽക്കണം. നമ്മൾ ഒരാളുടെ ഭാര്യയും ആരുടെ ഭർത്താവും ആണെങ്കിലും നമ്മൾ നമ്മുടെ അച്ഛന്റെ അമ്മേന്റെയും മക്കളാണ്. നമ്മുടെ അനിയന്റെയും ജ്യേഷ്ഠന്റെയും അനിയത്തിയും ജ്യേഷ്ഠത്തിയും ഒക്കെയാണ്. അപ്പൊ ആ ഒരു ബോണ്ട് ഒരിക്കലും തകർക്കാൻ നോക്കരുത്, അല്ലെ? നമ്മളെ കുടുംബത്തെ ചേർത്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്താണ്? അതുപോലെ സുഹൃത്തുക്കളുടെ കൂടെ ഹസ്ബൻഡ് പോകുമ്പോൾ എന്താ എപ്പോഴും സുഹൃത്തുക്കളെ നിങ്ങൾക്കുള്ളൂ, ഞങ്ങൾ ആരെയും വേണ്ട, നിങ്ങൾക്ക് എപ്പോഴും അവര് മതി, അവരുടെ കൂടെ യാത്ര, അങ്ങനെ ഇങ്ങനെ, ഞങ്ങളുടെ കാര്യം നോക്കാൻ വയ്യ, ഇങ്ങനെ പരാതിപ്പെട്ടി. അപ്പോ എന്താണ് ഇങ്ങനെ ആയി ഭർത്താവിനെ നമ്മുടേത് മാത്രമാക്കി വെച്ചാൽ ഒരുപക്ഷെ സഹികെട്ട് ആ ഭർത്താവ് ഈ ഭാര്യ പറയുന്നത് കേട്ടെന്ന് വരും. പക്ഷെ അവിടെ വരുന്ന ഒരു സംഗതിയുണ്ട്. ഈ ഭർത്താവിന്റെ സ്വപ്നങ്ങളെ ഇയാളെ കൂട്ടുകാരെയും വീട്ടുകാരെയൊക്കെ അയാളിൽ നിന്ന് അകറ്റിയാല് അയാളുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നേരത്തെ ആ കുട്ടി പറഞ്ഞ പോലെ ഒരു ആത്മാവില്ലാത്ത ഒരു ശരീരമായിരിക്കും നമുക്ക് കിട്ടുക. ആ ഭർത്താവിന്റെ ഒരു ഫുൾ വേർഷനിൽ നമുക്ക് ഒരിക്കലും അയാളെ കിട്ടൂല. അയാളെ സന്തോഷത്തിലൊരു മനുഷ്യനായിട്ട് നമുക്ക് കിട്ടൂല. പിന്നെ എന്തിനാ അങ്ങനെ ഒരു ഹസ്ബൻഡിന് നമുക്ക് കൂടെ വേണം? നമുക്ക് വേണ്ടത് അയാളുടെ സന്തോഷവും അയാളുടെ ഇഷ്ടങ്ങളും തൊഴിലും അയാളുടെ ഫ്രണ്ട്സും അയാളുടെ കുടുംബങ്ങളൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് പിടിക്കുക. അപ്പൊ അയാളൊക്കെ നമ്മൾ അതിനൊക്കെ സമ്മതിച്ചാൽ താനെ അവരിൽ നിന്നൊക്കെ കൂടുതൽ അയാൾ നമ്മിലേക്ക് അടുക്കും. അത് ഭാര്യക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. ഇനിയിപ്പോ ഒരു ഭാര്യയുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്നും പാടില്ല, അങ്ങനെയാണ് പൊതുവെ വരാറുണ്ട്. നീ അങ്ങോട്ട് പോകണ്ട, നീ ഇങ്ങോട്ട് പോകണ്ട, അങ്ങനെയൊക്കെ. അതിന് വിട്ടുകൊടുക്കണ്ട. നിങ്ങൾക്ക് പറ്റാത്തൊരു എന്തെങ്കിലും, അവൾക്ക് എന്തെങ്കിലും പോവേണ്ട, അത്യാവശ്യം പോവേണ്ട എന്തെങ്കിലും, ഒരുപക്ഷെ അവളെ സ്കൂളിൽ ഒരു മീറ്റപ്പ്, പഠിച്ച സ്കൂളിൽ ഒരു മീറ്റപ്പ് നടക്കുന്നുണ്ടാവും. അപ്പൊ ഹസ്ബൻഡിന് അത് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നീ പോണ്ട, അതിനുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കുക, അവരുടെ ഇഷ്ടം നടത്തി കൊടുക്കുക. രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ രണ്ടുപേരും അറിഞ്ഞു നിന്നാലേ ആ ജീവിതത്തിന് പരസ്പരം ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം, അല്ലെ? പിന്നെന്താണ് വേണ്ടത് അടുത്തത്? അതും ഞാൻ പൊതുവെ ലേഡീസിനെ കുറിച്ച് തന്നെ
പറയട്ടെ. പൊതുവേ നമ്മൾക്കുള്ള ഒരു കാര്യമാണ് എല്ലാ കാര്യവും. ഇപ്പൊ നേരത്തെ ഉരുളക്കിഴങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ഒക്കെ മറക്കാൻ പറയും. നമ്മൾ മറന്നിട്ടുണ്ടാവും. എന്നാലും ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു വഴക്ക് വരുമ്പോഴേക്കും നമ്മൾ എന്താ പറയുക, എന്നാലും നിങ്ങൾ അന്ന് അത് ചെയ്തില്ലേ, എന്നാലും നിങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങൾ എന്നോട് അത് പറഞ്ഞില്ലേ, അന്ന് എന്നോ കഴിഞ്ഞതാവും. ഈ പാവത്തിന് ഓർമ്മ തന്നെ ഉണ്ടാവില്ലേ എന്ത് ഏത്. പിന്നെ അത് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോ നമ്മൾ സ്ത്രീകൾ എന്താണ്, ഇവരെ ഇങ്ങനെ പാവങ്ങളെ പീഡിപ്പിക്കാന്ന് പറയേണ്ട, ഒരു എന്താ പറയാ, അവരെ ഇങ്ങനെ ഒരു സ്ട്രെസ്സിലാക്കിയാല് ഒരുപക്ഷെ അവരെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നും വരാം. ഈ പ്രവാസികൾ എന്നും പറയണ്ട, അപ്പൊ അധികം ഈ കൂടുതൽ ഈ യുവത്വത്തിലുള്ള ആൾക്കാര് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരണപ്പെട്ടെന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അധികം അവർക്ക് സ്ട്രെസ് താങ്ങാൻ വയ്യാതെ ചിലരൊക്കെ ഇങ്ങനെ അറ്റാക്ക് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണെന്നറിയില്ല, ശാസ്ത്രം പറയുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ അതിന്റെ കാരണം ഒരുപക്ഷെ നോക്കുമ്പോ നമ്മളായിരിക്കും. നമ്മൾ അവർക്ക് സ്ട്രെസ് കൊടുത്ത് ഈ പാവങ്ങളെ ശരിയാക്കുകയായിരിക്കും. അതുപോലെ അവരിങ്ങോട്ടും അല്ലെ. പൊതുവെ സ്ത്രീകൾക്ക് വരുന്നതാണ് മാനസിക വിഭ്രാന്തി, ഒരുതരം മരവിപ്പും ഒന്നിനും പറ്റാത്ത. അതും ഒരുപക്ഷെ ഈ ഭർത്താവിന്റെ, അവരെ ഇട്ട് ഒരു റൂമിലിട്ട് കൂട്ടിയ പോലെ, ഒരു തത്തയെ കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ വളർത്താതെ നല്ലൊരു ഭാര്യയായിട്ട് വളർത്തുക. അതുപോലെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അമ്മമാരായവരുണ്ടാവും, മരുമക്കളൊക്കെ ഉണ്ടാവും. ഈ സ്വന്തം മരുമക്കളെ മക്കളായി കാണാതെ മക്കളായി കാണും. നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ നമ്മൾ നമ്മുടെ ഭർത്താവിന്റെ ഉമ്മാന്റെ അടുത്ത് ചെന്നാൽ അവരും നമ്മളെ മരുമകളാക്കില്ല, മകളാക്കും. നിങ്ങൾ ജെൻസിനെയും ഞങ്ങളെ പാരൻസ് ഒരു മകനാക്കാതെ മകനായിട്ട് ഒപ്പം കൂട്ടും. അപ്പൊ അതിന് എന്താണ് ഒരു ബോണ്ട്. നിനക്ക് നിന്റെ ഇഷ്ടം, അത് പരസ്പരം കുടുംബത്തിലൊരു പ്രശ്നമൊന്നും ബാധിക്കാത്ത ഇഷ്ടങ്ങളായിരിക്കും. ഇതുപോലെ ചിലപ്പോ ഒരു പെൺകുട്ടിക്ക് ഒരു പഠിക്കാവും അവളുടെ ഇഷ്ടം. എൻ്റെ ഒരു റിലേറ്റീവ്, ഏറ്റവും അടുത്തൊരു ബന്ധു, അവള് വിളിച്ചിട്ട് എന്നോട് സങ്കടം പറഞ്ഞു. അപ്പൊ എന്താണ്, രണ്ട് മരുമക്കളാണ്. ഒരു മരുമക്കള് മോള് ഉഷാറായി ജോലിയൊക്കെ ചെയ്ത് പഠിച്ച് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തവൾക്ക് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടുമ്പോഴാണ് ഇവര് കല്യാണമായിട്ട് ചെല്ലുന്നതും കല്യാണമൊക്കെ. അപ്പൊ വീണ്ടും പഠിക്കണമെങ്കിൽ പഠിക്കാം ആവാം എന്നൊക്കെ ആ കരാറില് കല്യാണമായി. പക്ഷെ എന്തായി, കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ ആയി, അഡ്മിഷന്റെ ഒക്കെ ടൈം ആയപ്പോൾ ഈ കുട്ടി പ്രഗ്നന്റ് ആയി. പിന്നെ ബെഡ് റെസ്റ്റും ആയി. എന്തായാലും പഠനം നടക്കില്ല. ബെഡ് റെസ്റ്റ് കഴിഞ്ഞ് അവള് ഡെലിവറി കഴിഞ്ഞ് കുട്ടിയായി. അങ്ങനെ ഇവന് സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യുന്ന ജോലിയാണ്, ദൂരെ എവിടെയാന്ന്, വീട്ടിലല്ല. അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ പെൺകുട്ടിയും ചെറിയ കുട്ടിയും മാത്രം വീട്ടിൽ. അപ്പൊ ഈ കുട്ടിയെ ഇട്ടിട്ട് ഇവളുടെ പഠനം നടക്കില്ല. അത് നടക്കില്ല എന്ന് ഇവൾക്ക് തന്നെ മനസ്സിലും ഉണ്ട്. അങ്ങനെ ഈ കുട്ടി ഒറ്റപ്പെട്ട് ഇങ്ങനെ ജീവിക്കായി. ഭർത്താവ് രാവിലെ പോകും, രാത്രി വരും, അങ്ങനെ ഒരു ജീവിതം. ഇവൾക്ക് ആകെ ടെൻഷൻ, എല്ലാവരോടും ദേഷ്യം. കുട്ടിയെ നോക്കാൻ ദേഷ്യം, ഹസ്ബൻഡിനോട് ദേഷ്യം, ഹസ്ബൻഡിന്റെ ഉമ്മാനോട് ദേഷ്യം. ഹസ്ബൻഡിന്റെ ഉമ്മേനോട് പറഞ്ഞു, ആ ഉമ്മ പറയാ, അവൾ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് താത്താനെയല്ലേ ഇഷ്ടം എന്നാ ചോദിച്ചത്. താത്ത അറിയുമ്പോ മൂത്ത മരുമോള്, ഉമ്മാക്കും താത്താനെയാണ് ഇഷ്ടം, എന്നോട് ഇഷ്ടമല്ല, ഇവിടെ ആർക്കും എന്നോട് ഇഷ്ടമല്ല. അങ്ങനെ എന്തോ ഭയങ്കര പ്രശ്നം. അവസാനം ഡൈവോഴ്സിന്റെ വക്കിൽ എത്തുമോന്ന് വരെ എനിക്ക് പേടിയായി എന്ന് ഈ ഉമ്മ സങ്കടം പറഞ്ഞു. പിന്നെ ഡിപ്രഷനായി, ഹോസ്പിറ്റലിലായി, അങ്ങനെ ഭയങ്കര പ്രശ്നമായി. പക്ഷെ പിന്നെ ഒരു കൗൺസിലർ അടുത്തും പോകാതെ ഈ ഉമ്മ, ഒരു ബുദ്ധിമതിയായ ഉമ്മ, അവർക്ക് മനസ്സിലായി ഇവൾക്ക് എന്തോ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, അതെന്നൊന്ന് അറിയാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം ഫ്രീ ആയിട്ട് സംസാരിച്ചു എന്ന്. അപ്പൊ ഈ കുട്ടി കരഞ്ഞു. എനിക്ക് അഡ്മിഷൻ കിട്ടിയതായിരുന്നില്ലേ ഉമ്മ എഞ്ചിനീയറിങ്ങിന്, എനിക്ക് പോവാൻ പറ്റിയില്ലല്ലോ, എല്ലാരും പഠിക്കുന്നു, എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ കുട്ടി പൊട്ടിക്കരഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ മനസ്സിലായി ഇവളുടെ പ്രശ്നം ആ പഠനമാണ്, അവളുടെ ആ ഇഷ്ടം നിലച്ചതാണ്. അവസാനം ഈ ഉമ്മയും ഉപ്പയും കൂടി അവരുടെ ഫ്ലാറ്റിൽ പോയി നിന്ന്, കുട്ടിയെ ഞങ്ങൾ നോക്കാം, നീ പഠിച്ചോ എന്ന് പറഞ്ഞ് അവളെ പഠിക്കാൻ വിട്ടു. ഇപ്പൊ ഏറ്റവും നല്ല മരുമോൾ അവളാന്നാ പറയുന്നത്. മൂത്ത മരുമോളൊക്കെ ഉമ്മാനും ഉപ്പാനും ശ്രദ്ധിക്കുന്നു. അപ്പൊ പഠിക്കാൻ ഈ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ചിലപ്പോ നല്ല വില കൂടിയ കോസ്റ്റ്ലി ആയ സാധനങ്ങൾ വേണ്ടി വരും.
അത് ഹസ്ബൻഡിനോട് പറയാൻ പോലും ഈ കുട്ടിക്ക് ഒരു മടിയാണ്. അത്രയും വിലയുള്ള സാധനമല്ലേ ഉമ്മ, എന്റെ പഠനത്തിന് വേണ്ടിയിട്ട് അതൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കാം, ഏതെങ്കിലും കുട്ടികളെ പഴയത് വാങ്ങിക്കോളാം, അത്രമാത്രം പറഞ്ഞ് ഈ കുട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നു ജീവിതത്തിൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പോലും സങ്കടം വന്നു. ഒരു പെൺകുട്ടിയുടെ ഒരു സ്വപ്നം നമ്മൾ തകർത്താൽ അവിടെ തകരുന്നത് ഒരു ജീവിതം തന്നെയായിരിക്കും. അതാണ് എൻ്റെ സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് പരസ്പരം മനസ്സിലാക്കി പരസ്പരം അവരുടെ നല്ല ഇഷ്ടങ്ങളോടുകൂടി രണ്ട് കുടുംബങ്ങളെയും ഒന്നിച്ചു ചേർത്ത് അവരുടെ ഫ്രണ്ട്സിനെയും മക്കളെയും ഒക്കെ കൂട്ടിപ്പിടിച്ച് നല്ലൊരു ജീവിതം നമുക്ക് ജീവിക്കാം. അപ്പോ ദൈവം പോലും അതിനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലുമൊക്കെ പറയാനുള്ളവർക്ക് പറയാൻ ഒരു 10 മിനിറ്റ്. താങ്ക് യു അനീസ മാം. ഒരുപാട് റിയൽ ആയിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു അല്ലേ, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്യാം. ഒരുപാട് പേർക്ക് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ടാവും അല്ലേ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ ഒരുപാട് പങ്കുവെച്ചു. അനീസ മാം റിയൽ ടൈം എക്സാമ്പിൾ വെച്ച് തുടങ്ങിയോണ്ട് തന്നെ ഈ ഒരു 1 hour പോയത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാരൊക്കെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ഒരാളെ മനസ്സിലാക്കാനും അതിനൊക്കെ എത്രത്തോളം ഒരു പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇത്രയും കാലം മാമിന്റെ ഹസ്ബൻഡ് അത്രയും ഇടങ്ങേറായിട്ടുണ്ടെങ്കിൽ അതിന് ദൈവമായിട്ട് കൊടുത്തൊരു ഗിഫ്റ്റാണ് അനീസ മാം എന്ന് ഞാൻ പറയും. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും പറ്റുക എന്നുള്ളത് ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പോ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു ക്ലാസ്. ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. കീപ് ഗോയിങ്. സന്തോഷം. ഓക്കെ, ഫീഡ്ബാക്ക് പറയാമോ? ഹലോ യെസ്, ഹലോ കേൾക്കാമോ? കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം മാം. വളരെ ഇൻസൈറ്റ്ഫുൾ ആയി. അപ്പൊ കേൾക്കാം. ഓക്കെ, വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. ഏതൊക്കെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ പല കഥകളുടെയും പല ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് എക്സ്പീരിയൻസ് ഉള്ളത്. വളരെ റിയൽ ലൈഫ് എക്സാമ്പിൾസ്, അത് വളരെ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മളൊരു സംസാരിക്കുന്ന പോലെ അത് ഡയറക്റ്റ് നമ്മളുടെ മനസ്സിലേക്ക് നേരിട്ട് എങ്ങനെ എന്താ പറയാ ഇംപ്രിന്റ് ചെയ്യാൻ ഏതായാലും അനീസ മാമിന് വളരെ നന്നായിട്ട് സാധിച്ചു. ആ എഞ്ചിനീയറിങ്ങിന് പോവാൻ പറ്റാത്ത കുട്ടിയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ അതുപോലെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് പിന്നെ പഠിച്ചിട്ടുള്ള ആളാണ്, പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആളാണ്. എന്നിരുന്നാലും അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തിനാണ് എവിടുന്നാണെന്ന് അറിയില്ല, വല്ലാത്തൊരു കണ്ണ് നിറയുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ അത് നമുക്ക് ഭയങ്കര എന്താ പറയാ, ഇപ്പൊ ഈ കേട്ടിരുന്ന ജെൻസിനാണെങ്കിലും കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെറും സിമ്പിൾ അഡ്വൈസ് പോലെ അല്ലാതെ റിയൽ ലൈഫ് എന്ന് പറയുമ്പോൾ അവർക്കും യൂസ്ഫുൾ, അതുപോലെ ലേഡീസിനും ഈ പറഞ്ഞതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ലേഡീസിനെ കുറിച്ചാണെങ്കിലും ജെൻസിനെ കുറിച്ചാണെങ്കിലും അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്ലാസ്, യൂസ്ഫുൾ ആയി. അതായത് മനസ്സിൽ വീണ്ടും വീണ്ടും വായിച്ചു പഠിക്കേണ്ട പിന്നെയും കേൾക്കേണ്ട ആവശ്യമില്ല, അതവിടെ നിൽക്കും. അങ്ങനെയാണ്. പിന്നെ എനിക്ക് നമ്മളുടെ റിയാസ് എന്താ ഒരു മോൻ ഇപ്പൊ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോകുന്ന, എന്താ മോന്റെ പേര്? റിയാസ്. ആ, റിയാസ്. അപ്പൊ റിയാസ് പറഞ്ഞതിൽ എനിക്ക് ഒരു തിരുത്തുള്ളത്, നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആളല്ല മോനെ, നമ്മൾ ഓപ്പോസിറ്റ് നിർത്തുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടൊക്കെ. നമ്മളുടെ ഒരു ഭാഗത്ത് നിർത്തിയാൽ മതി, സൈഡില്. അപ്പം ഇതൊക്കെ കുറച്ചുകൂടി ഈസി ആവും. അപ്പൊ ഓപ്പോസിറ്റ് വരുന്ന ആള് അതാണ്. ഓക്കെ, അടുത്ത് തന്നെയാണ് അല്ലേ? ഓക്കെ, എനിവേ താങ്ക് യു അനീസ മാം, താങ്ക് യു വിംബിൾ. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. അനീസ മാമിന്റെ ആ ഒരു റിയൽ ലൈഫ് സ്റ്റോറി ശരിക്കും പറഞ്ഞാല് അല്ലെ, ഒരുപാട് സ്റ്റോറീസ് അതിന്റെ ഇടയിൽ കൂടി കടന്നുപോയി. എല്ലാം റിയൽ ലൈഫ് ആയിട്ട് ടച്ച് ചെയ്യുന്ന കുറെ അധികം എക്സാമ്പിൾസ് ആയിരുന്നു.
അതുപോലെ എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വിവാഹം കഴിഞ്ഞ ലേഡീസിനൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറെ സംഭവങ്ങൾ അതിനകത്തൂടെ ഓടിപ്പോയിട്ടുണ്ട്. അത് നമുക്കൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ്. വിവാഹം കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നത്. പക്ഷെ സത്യത്തില് കുട്ടികളൊന്ന് വളർന്നു കഴിഞ്ഞാൽ, കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും ഫ്രീ ആണ്. ആ ഫ്രീ ടൈം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമ്മൾ ചിന്തിച്ച് അവിടെ തീരുമാനം എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ വിജയിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഹസ്ബൻഡ് പറയും, നീ പോയി പഠിച്ചോ, കുട്ടികളൊക്കെ വളർന്നില്ലേ, സ്കൂളിൽ പോയില്ലേ എന്ന് അവര് ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ കാത്തൊരിക്കലും ഇരിക്കരുത്. നമുക്ക് ഏതെല്ലാം സോഴ്സിലൂടെ നമ്മളുടെ എഡ്യൂക്കേഷൻ നമുക്ക് കൊണ്ടുവരാം. ഇപ്പൊ കോളേജിലും സ്കൂളിലും പോയി പഠിക്കണമെന്ന് തന്നെ ഇല്ല. നമുക്ക് പുസ്തകങ്ങളിലൂടെയും ഇന്ന് പല സൈറ്റുകളിലും ഒക്കെ കയറി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ കിട്ടും, ബുക്കുകൾ വായിക്കാൻ കിട്ടും. അതൊക്കെ നമുക്ക് വായിക്കാം, പഠിക്കാം. എങ്ങനെ ഒരു ട്രെയിനർ ആകണം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് യൂട്യൂബിലും മറ്റൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷെ അവിടെ നമുക്ക് സംശയം ചോദിക്കാൻ ഒരു മെന്റർ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് എങ്ങനെയും നമ്മളൊരു മെന്ററെ സംഘടിപ്പിക്കുക, എന്നിട്ട് നമ്മുടെ ലൈഫ് ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. പലരും വിവാഹം കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞാൽ തീർന്നു ലൈഫ് തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ്. പക്ഷെ അതല്ല. ശരിക്കു പറഞ്ഞാല് ഞാനൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് ഇപ്പൊ ഞാന് എന്റെ ആധാർ പുതുക്കാനായിട്ട് കൊണ്ടുപോയി റിന്യൂ ചെയ്യാൻ കൊണ്ടുപോയ സമയത്ത് അവര് പറഞ്ഞു 10 വർഷത്തേക്കാണ് പുതുക്കുന്നത് മാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു, ഈ 10ാമത്തെ വർഷം ഞാൻ എവിടെ നിൽക്കും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോഴ് എനിക്ക് കുറെ ഉത്തരങ്ങൾ ഇങ്ങനെ കിട്ടി. പക്ഷെ എന്തെങ്കിലും ഒരു സാധനം പഠിക്കാൻ ഒരുങ്ങുമ്പോൾ ഇനിയിപ്പോ ഇത് ഇത്രയും കാലം പഠിക്കണമല്ലോ, അല്ലേ? ഇപ്പൊ ഒരു PG എടുക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ഇതാണ് വിചാരിക്കുന്നത്, ഇനിയിപ്പോ പ്രായമൊക്കെ ഇത്രയായി, ഇനിയിപ്പോ എന്താ ഇനി തീർന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷെ ഈ 10ാമത്തെ വർഷം എവിടെ എത്തണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലോങ് പീരീഡിലത്തേക്കുള്ള ഒരു കോഴ്സ് പോയി എടുക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ട് തോന്നൂല, അല്ലെ? കാരണം ആ 10ാമത്തെ വർഷത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക, ഒരു 3 മന്ത്സിലുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിന്റെ പിന്നോടിയായിട്ട് ഒരു ലോങ് ടൈം ഗോൾ സെറ്റ് ചെയ്യുക. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ തളർന്നു പോകില്ല. കാരണം നമുക്ക് അവിടെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ട്. അവിടെ ഒരു ഗോളിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ട്. പക്ഷെ ഡെയിലി ഒരു 5-10 മിനിറ്റെങ്കിലും അതിനു വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നമ്മളെ സ്വപ്നമൊക്കെ ഒരു സഭയിൽ വന്നിരുന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിരി വരും. പക്ഷെ അത് നമ്മൾ അച്ചീവ് ചെയ്തിട്ട് നമ്മൾ പറയുമ്പോ അല്ലെ, സൂപ്പർ, അടിപൊളി എന്ന് പറയൂലേ. പക്ഷെ അത് ഇപ്പൊ പറയുമ്പോ വിചാരിക്കും പിന്നെ എന്നിങ്ങനെ ഉള്ള ഒരു ടോക്കായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ അച്ചീവ് ചെയ്തിട്ട് വരുമ്പോ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കും, അടിപൊളി സംഭവം തന്നെ എന്ന് വിചാരിക്കും. അപ്പൊ അതുപോലെ നമ്മൾ ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക, വലിയ ഗോൾ സെറ്റ് ചെയ്യുക. നമ്മൾക്ക് വേണ്ടതൊക്കെ നമ്മൾ സ്വയം അച്ചീവ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ ജീവിച്ച് മരണപ്പെട്ടു എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു ചെറിയ അടയാളപ്പെടുത്തലെങ്കിലും അടയാളപ്പെടുത്തി വെച്ച് പോവുക. ഓക്കെ. അബ്ദുറഹ്മാൻ സാറ് അതെ. ആ ഗുഡ് ഈവനിങ്. ഇന്ന് മോർണിംഗ് സർക്കിളിലാണ് ഞാൻ അനീസ മാമിന്റെ ക്ലാസ് ഉണ്ട് എന്നുള്ളത് മാം പറഞ്ഞത്. മാം ഒരു 28 വർഷം എന്നാണെന്ന് തോന്നുന്നു പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷമാണ് ഈ പഠനത്തിലേക്കൊക്കെ തിരിച്ചു വരുന്നത്. എന്നാൽ പിന്നെ ക്ലാസ് കേൾക്കാൻ വിചാരിച്ചിട്ടാണ് വന്നത്. നല്ല സെഷനായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ വളർന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിലാണ് അനീസ മാമും ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ മാം പറഞ്ഞ 100% കാര്യങ്ങളും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ വൈഫാണെങ്കിലും ഉമ്മയാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും പോലെയാണ് തോന്നിയത്. ഒക്കെ നല്ല കാര്യങ്ങളെ നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ട. എനിക്കൊന്ന് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ റിയലൈസേഷനാണ് ഇതൊക്കെ. നമ്മൾ ഒരു 20 വയസ്സ്, ഒരു 25 വയസ്സ് സമയത്തൊന്നും ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അന്നൊന്നും അത് പറഞ്ഞു തരാൻ ആളില്ല. ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോൾ അന്നതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ കുടുംബജീവിതം കുറച്ചുകൂടെ നന്നായേനെന്നൊക്കെ തോന്നും. നല്ല സെഷനായിരുന്നു, അടിപൊളി. അതിനകത്ത് എനിക്കൊരു പോയിന്റും കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. നമ്മൾ ഈ വർക്ക് പ്ലേസിൽ ക്രിട്ടിക്കൽ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടീമിൽ അത്യാവശ്യം നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ എല്ലാവരും കൂടെ പറഞ്ഞിട്ട് ഒരു ക്രിട്ടിക്കൽ റിസോഴ്സ് ആയിട്ട് അങ്ങ് വെക്കും. ഇയാൾ ഇല്ലെങ്കിൽ ഓഫീസിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അയാൾ ഉണ്ടായാലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകൂ. അയാളാണ് നമ്മുടെ ടീമിൻ്റെ ആണി എന്നൊക്കെ പറയും. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. നമുക്കതൊരു അപ്രീസിയേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷേ സത്യത്തിൽ അതൊരു ഒരു നമ്മളൊരു കുഴിയിൽ കൊണ്ടിടുന്നതാണ്. നമ്മൾ ലീവ് എടുക്കില്ല. നമുക്ക് പേഴ്സണലി ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ പോലും ഒരു ട്രാപ്പാണത്. കല്യാണം ഉണ്ടെങ്കിൽ ലീവ് എടുക്കില്ല. നമ്മൾ വീക്കെൻഡ്സ് ചിലപ്പോൾ ലോഗിൻ ചെയ്യും.
ഇപ്പം അല്ലെങ്കിൽ നമ്മൾ പുറത്തെല്ലാം പോകുമ്പോൾ ലാപ്ടോപ്പും കൊണ്ട് പോകും, ഓഫീസിൽ നിന്ന് കോൾ വന്നാലോ വിചാരിച്ചിട്ട്. അപ്പം അതൊരു ട്രാപ്പാണ് ഈ ക്രിട്ടിക്കൽ റിസോഴ്സ് എന്ന് പറയുന്ന നമുക്കൊരു നമ്മളെ ഫ്ലാഗ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഫാമിലി ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ചില സ്ത്രീകൾ, ആ സ്ത്രീ ഉണ്ടെങ്കിലേ ആ കുടുംബം മുന്നോട്ട് പോകൂ, അവരാണ് ആ കുടുംബത്തിൻ്റെ ആണി, അവരാണ് കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങ് വെക്കും. അപ്പം വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കേണ്ടത് അവരായിരിക്കും, എന്തെങ്കിലും ആളുകളെ ക്ഷണിക്കേണ്ടത് അവരായിരിക്കും, എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവരായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നോക്കി നിന്ന് അവരുടെ ഒരു കാര്യവും നോക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. പക്ഷേ ലൈഫ് കുറേ കാലം മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് മനസ്സിലാവുക, ഇതിന് പകരം പുതിയൊരാൾ വരും. അയാൾ വന്നു കഴിയുമ്പം പഴയ ആൾക്ക് ആ ഇമ്പോർട്ടൻസും കിട്ടില്ല, പഴയ ആളാരും പരിഗണിക്കില്ല, കാരണം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പുതിയ ആൾ വന്നു. അപ്പം ലൈഫിൽ നമ്മൾ ഏത് പൊസിഷനിലാണെങ്കിലും ഏത് റോളാണെങ്കിലും, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, മകനായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് പ്ലേസിൽ മാനേജറോ റിപ്പോർട്ട് ആരാണെങ്കിലും വി ആർ ഈസിലി റീപ്ലേസബിൾ. നമ്മളില്ലെങ്കിൽ വേറൊരാൾ, നമ്മൾ മരണപ്പെട്ടെന്ന് സംഭവിക്കും, വേറൊരാൾ വരും, അയാളെ പൊസിഷൻ ഏറ്റെടുക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധിക്കപ്പുറം നമ്മുടെ കാര്യങ്ങളൊക്കെ വിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കില്ല. അപ്പം നമ്മളെല്ലാം നമ്മൾ ഏത് റോളിലാണെങ്കിലും ഈസിലി റീപ്ലേസബിൾ ആണെന്ന് മനസ്സിലാക്കുക. അപ്പം അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. എന്തായാലും നല്ല സെഷനായിരുന്നു. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തു തരില്ല. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ തന്നെ കണ്ടറിഞ്ഞ് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല, അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചടച്ചിരിക്കാമായിരുന്നല്ലേ. പക്ഷെ അത് ആരുടെ കുറ്റമാണ്? സത്യം പറഞ്ഞാല് നമ്മുടെ മാത്രം കുറ്റമാണ്. അതേസമയം പലപ്പോഴും പല സന്ദർഭങ്ങളിലും മതിയാക്കാം, ഇട്ടിട്ട് പോകാം എന്ന് ചിന്തിച്ചെടുത്ത് പെട്ടെന്ന് മറിച്ച് ചിന്തിക്കണം. ഞാൻ ഇട്ടിട്ട് പോയാൽ ആർക്കാണ് ഇല്ലാതെ പോകുന്നത്? മറിച്ച് അപ്പൊ തന്നെ ഒരു ചിന്ത ഇങ്ങനെ വരെയാണ്. അപ്പോൾ പിന്നെ വീണ്ടും ആ ഓടാനുള്ള ഒരു സ്ട്രെങ്ത് കിട്ടും. ഓക്കെ. അപ്പൊ ഇന്ന് ഈ കാണുന്ന ഒരു ലെവലിലേക്ക് നമുക്കൊരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി ചെയ്യുന്ന ഒരാള് എന്നൊരു ലെവലിലേക്കൊക്കെ മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടെ ആരും നമുക്ക് ഈ സ്പൂൺ ഫീഡിങ് തന്നിട്ടല്ല. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ വാരി കഴിക്കുകയാണ് വേണ്ടത്, അല്ലേ? നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ജോബ്, ഇതെല്ലാം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. കൂടിപ്പോയ ഒരു 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ ഒരു +2 വരെ മാത്രം പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ പാരന്റ്സിനെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ കരുപ്പിടിപ്പിക്കുക, ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. ഓക്കെ. ഒരു വിവാഹ ജീവിതത്തോടു കൂടി തീരുന്നതല്ല നമ്മുടെ സ്ത്രീകളുടെയൊക്കെ ജീവിതം. അതില് ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ ജീവിച്ചു മരിച്ചു പോയി എന്നുള്ളത് ഒരു അടയാളപ്പെടുത്തല്. 10 കുട്ടികളെങ്കിലും പഠിപ്പിച്ച് അവരെ നല്ല നിലയിലാക്കിയാൽ ഇങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എന്ന് അവർ പറയും, അല്ലേ? അങ്ങനെയൊക്കെ ഓരോ അടയാളപ്പെടുത്തലും നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇൻട്രോ പറയാമെന്ന റിയാസ്, അതുപോലെ നമ്മുടെ അനീസ മാം, ഇവർക്കൊക്കെ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. റിയാസ് സാറ് നമ്മുടെ 20th ബാച്ചിലെ സ്റ്റുഡന്റ്, അതുപോലെ തന്നെ അനീസ മാം നമ്മുടെ 19th ബാച്ചിലെ സ്റ്റുഡന്റും ആണ്. അപ്പൊ ഇവരൊക്കെ പ്രൊഫഷണൽ ട്രെയിനേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നേടിയവരാണ്, ക്ലാസ്സുകളൊക്കെ എടുക്കുന്നവരാണ്, ഈ ഒരു പാഷനായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവരുടെ ജീവിതങ്ങളിൽ അവർ ആഗ്രഹിച്ച നിലകളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന വിംബിൾ അക്കാഡമിക്കും, അതുപോലെ ഇതുവരെ നിങ്ങൾ ശ്രദ്ധയോടെ ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.